എല്ലാവർക്കും ഹെവൻലി മെലോഡീസ് എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു അനുഗ്രഹീത ഗായകനാണ്. കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, കുറേ പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റോബിൻ മുതുമരത്തിൽ CMF അച്ഛാ, ഏറെ സ്നേഹത്തോടെ അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അച്ഛാ. ഞങ്ങൾ രണ്ടുപേരും ക്ലരീഷ്യൻ വൈദികരാണ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മക്കൾ CMF എന്നാണ് ക്ലരീഷ്യൻ സഭ അറിയപ്പെടുന്നത്. കോർദീസ് മരിയെ ഫീലി. അച്ഛൻ നമ്മളെല്ലാം ക്ലരീഷ്യൻസ് മാതാവിൻ്റെ മക്കളാണല്ലോ. അച്ഛൻ മനോഹരമായിട്ടൊരു പാട്ട് കൊന്തമണികൾ എന്നൊരു ഗാനം അച്ഛന് മനോഹരമായിട്ടുള്ള സംഗീതം നൽകിയുണ്ട്. അപ്പോൾ ആ പാട്ടിനെ പറ്റി കുറച്ച് പറയുകയും ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടുകയും ചെയ്യാം. തീർച്ചയായിട്ടും ആ പാട്ടിനെ പറ്റി 2-3 കാര്യങ്ങൾ ഞാനിപ്പോൾ തുടക്കത്തിൽ പറയാം. ബാക്കി നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം ആകാമല്ലേ. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ അനുഗ്രഹീത ഗായികയായ മിഥില മൈക്കിളാണ്. മിഥില ചേച്ചി വളരെ അസാധ്യമായ രീതിയിൽ അത് പാടിയെന്നുള്ളതാണ് ഞങ്ങളത് കൊടുത്തപ്പം. അതിൽ ഉപരിയായിട്ട് ഞാനും തോമസ് അച്ഛനും ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത വർക്കാണ്. വരികൾ തോമസ് അച്ഛൻ്റെ തോമസ് അച്ഛൻ അതിൻ്റെ വരികൾ എഴുതി, ഞാൻ അതിന് സംഗീതം കൊടുത്തു. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത പാട്ടാണ്. എനിക്ക് തോന്നുന്നു 2020 ഈ ഗാനം ഞങ്ങൾ ഇറക്കുന്നത്. മാതാവിൻ്റെ മക്കൾ മാതാവിൻ്റെ പാട്ടോടുകൂടി ഞങ്ങൾ ആരംഭിച്ചു. പാട്ടാരംഭിച്ചു. ഇത് വൃന്ദാവന സാരംഗി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മൊത്തവും ആ രാഗത്തിലാണെന്ന് പറയാം. അന്യസ്വരങ്ങൾ കയറി വരുന്നുണ്ട് ഈ ഗാനത്തിൽ. പിന്നെ അതുമാത്രമല്ല, ഇത് ദ്വിതീയ പ്രാസാക്ഷരത്തിൽ ഇന്ത വെച്ചിട്ടുള്ള പാട്ടാണ്. വരികളുടെ പ്രത്യേകത. രണ്ടാമത്തെ അക്ഷരമെല്ലാം ഇന്ത. കൊന്തമണികൾ കയ്യിൽ, എന്തൊരാത്മം ചന്തമോലും ചിന്ത പോലെ എനിക്കൊരാശ്വാസം. അത് ബാക്കി എല്ലാ വരികളിലും തുടക്കം തൊട്ട് ഒടുക്കം വരെ അതിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഇന്ത എന്ന അക്ഷരത്തിലാണ്, ദ്വിതീയ പ്രാസത്തിലാണ് ഈ പാട്ട് അച്ഛന് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് പാടിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കേൾക്കാം അല്ലേ. കൊന്തമണികൾ കയ്യിലുരുളുമ്പോൾ എന്തൊരാത്മമോദമിന്നെന്നിൽ ചന്തമോലും അമ്മമേരി ചിന്ത പോലും എനിക്കൊരാശ്വാസം. ചോരത്തുള്ളികൾ ചിന്തുമീശോ തമ്പുരാൻ ചെന്തിരിയായി തന്നുരൻ സ്വന്തമാതേ വന്ദനം. അന്ത്യചോരത്തുള്ളികൾ ചിന്തുമീശോ തമ്പുരാൻ ചെന്തിരിയായി തന്നുരൻ സ്വന്തമാതേ വന്ദനം. കൊന്തമണികൾ കയ്യിലുരുളുമ്പോൾ വ്യാധികൾ ബിന്ദുരൂപമെൻ്റെ ജീവനിൽ ആന്തരിക ശൈത്യമേകുവാൻ അന്തികെ നീ വന്നിടേ
സ്വന്തമാതേ വന്ദനം. ni sari mari sa ni sari sa pa ni pa ri re re sa sari ri pa ma ma mari ni sari ni sa sa ni sa ni sari mari sa ni sari sa pa ni pa ri re re sa sari pa pa ma mari ri sa ni ri sa. ശാന്തിയില്ലാതെൻ്റെ മാനസം കാന്തി മങ്ങി പോയിടാതെ നീ റാന്തലായി തെളിഞ്ഞതിനുള്ളിൽ സന്തതം നിറഞ്ഞിടേണമേ. അന്തിച്ചോരത്തുള്ളികൾ ചിന്തുമീശോ തമ്പുരാൻ ചിന്തിരിയായി തന്നുരൻ സ്വന്തമാതേ വന്ദനം. അന്തിച്ചോരത്തുള്ളികൾ ചിന്തുമീശോ തമ്പുരാൻ ചിന്തിരിയായി തന്നുരൻ സ്വന്തമാതേ വന്ദനം. കൊന്തമണികൾ കയ്യിലുരുളുമ്പോൾ ചന്തപോലും അമ്മ മേരി നിൻ ചിന്ത പോലും എനിക്കൊരാശ്വാസം. ചിന്ത പോലും എനിക്കൊരാശ്വാസം. ചിന്ത പോലും എനിക്കൊരാശ്വാസം. മനോഹരമായിട്ടുള്ള ഗാനം. താങ്ക് യു അച്ഛാ. നല്ല ധ്യാനിക്കാനും നമ്മളറിയാതെ കൊന്തയെടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. നല്ല വരികളുടെ പ്രത്യേകത, നല്ല സംഗീതം. സ്വർഗത്തിന് മുഴുവൻ നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു ഗാനം എന്ന് പറയുന്നത് ഞാൻ സംഗീതം കൊടുത്തതിൽ തോമസ് അച്ഛന് ഞാനിവിടെ ചെയ്തതിലെ ആദ്യത്തെ പാട്ടാണ്. അപ്പം ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു മാതാവിനെ പറ്റി തന്നെ നമ്മളത് ചെയ്യാന്നുള്ളത്. അപ്പം ശരിക്കും ധ്യാനിച്ച് തന്നെയാണ് ഈ പാട്ടിന് ഞാൻ ട്യൂൺ കൊടുത്തത്. അതൊരു എനിക്ക് തോന്നുന്നു ഞാൻ ശരിക്ക് അന്ന് ഞാൻ പാലക്കാടുള്ള ധോണി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അച്ഛൻ എനിക്കിത് അയച്ചു തരുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നതിന് ശേഷം അച്ഛൻ എനിക്ക് അയച്ചു തന്നു. അപ്പം ഞാനിത് ജസ്റ്റ് തുറന്നു നോക്കി. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് സമയം ഇതിന് ട്യൂൺ ഇടാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ് ഞാൻ സാധാരണ പാട്ട് ട്യൂൺ ചെയ്യുന്നത്. അധികം സമയം എടുക്കാറില്ല. അത് അച്ഛൻ അയച്ചു തരുന്നതിന് മുമ്പ് പറയും ഞാൻ ഇന്ന സമയത്ത് ഒരു പാട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് ഞാനിരുന്നു പ്രാർത്ഥിക്കും. അപ്പം ഈ മൊബൈലിലേക്ക് അച്ഛൻ അയച്ചു തരും. ഞാൻ നേരെ PDF ആയിട്ട് അച്ഛൻ അയച്ചു തരും. ഞാൻ നേരെ തുറന്നു നോക്കി ഒരു ആ ലൈൻസ് ഒന്നും മുഴുവൻ വായിച്ച് നോക്കി ജസ്റ്റ് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്നതിന് ശേഷം അങ്ങ് പാടി വിടുക. വേറൊരു മൊബൈലിൽ റെക്കോർഡ് ചെയ്തിടുക. പിന്നെ അതും ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് പാടുക മാത്രമേ ചെയ്യാറുള്ളൂ. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 10 മിനിറ്റ് അത്ഭുതമാട്ടോ. തീർച്ചയായും അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയല്ല. പിന്നെ ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. സംഗീതം പഠിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ പാടുമ്പം ആൾക്കാർ പഠിക്കാത്തവർക്ക് പാടാൻ പറ്റത്തില്ല. അച്ഛൻ സംഗീതം പഠിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അച്ഛന് പിന്നെ ഇത് ജന്മസിദ്ധമായിട്ടുള്ള തമ്പുരാൻ തന്നാണെന്ന് തീർച്ചയായും കർത്താവിന് മുഴുവൻ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. നല്ല വോയിസ് അച്ഛാ, ജന്മസിദ്ധമായിട്ടുള്ള കഴിവാണ്. നന്ദി പറയുന്നു. അതെ, ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ക്ലരീഷൻ കോറിലൊക്കെ അച്ഛൻ മെയിനായിട്ട്. അപ്പം ഞാൻ ഓർക്കുന്ന അച്ഛൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വോയിസ്. താങ്ക് യു അച്ഛൻ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും അടുത്ത പാട്ടിലേക്ക് പോകാം. ഏതാ അച്ഛാ പാടാൻ ഉദ്ദേശിക്കുന്നത്? അടുത്തത് തൊഴുത്തോളം താഴുവാൻ എന്ന് പറയുന്ന ഒരു തൊഴുത്തോളം താഴുവാൻ. അച്ഛൻ തന്നെ മ്യൂസിക് ഇട്ട് പാടിയ
പാട്ട്? ഞാൻ ആദ്യം അത് മിഥില മൈക്കിളാണ് ആ പാട്ട് പാടിയത്. രണ്ടാമത് ആണ് ഞാനിതിൻ്റെ മെയിൽ വെർഷൻ പാടിയത്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണിത്, തൊഴുത്തോളം താഴുവാൻ. അത് ദ്വിതീയ പ്രാസാക്ഷരത്തിൽ ഴ എന്ന വാക്ക് ഉപയോഗിച്ച് തോമസ് അച്ഛൻ എഴുതിയ ഗാനമാണിത്. ഇങ്ങനെ പ്രത്യേകതയുണ്ട് അല്ലെ, വരികൾക്ക് പ്രത്യേകതയുണ്ട്. തോമസ് ജോഗരാഗത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം രാഗം എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റ് പലരുടെയും സഹായം തേടി. അപ്പം മിഥില ചേച്ചിയോടൊക്കെ ചോദിച്ചു, ചേച്ചി ഇതിങ്ങനെ ഏത് രാഗത്തിലേക്ക് വരുന്നത്? അപ്പം ചേച്ചി ഇതിനെപ്പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ആ രാഗത്തിലല്ല, അന്യസ്വരങ്ങളൊക്കെ അതിനകത്ത് കയറുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും രാഗം വരുമ്പോഴത്തേക്കും ജോഗരാഗം എന്ന് നമുക്ക് പറയാം. പാട്ടൊന്ന് നമുക്ക് പാടിയാലോ? നമുക്ക് തീർച്ചയായിട്ടും ഈ പാട്ട് പാടി കേൾപ്പിക്കാം. തൊഴുത്തോളം താഴുവാ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. കിടതകിടം തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. തൊഴുത്തോളം താഴുവാൻ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. എഴുത്തോലത്തുമ്പുപോൽ കൂർത്തൊരന്നഹങ്കാരം പഴുത്തോരില പോലെ കൊഴിഞ്ഞഴിയാൻ തൊഴുത്തോളം താഴുവാൻ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. അഴകാണ് നീയാകും എളിമാ, പുഴയാണ് നീയാകും തെളിമാ. അഴകാണ് നീയാകും തെളിമാ, പുഴയാണ് നീയാകും തെളിമാ. മഴവില്ലിൻ നിറമോലും തവ പരിപൂജിത കഴലിണ തൊഴുതു ഞാൻ നിന്നിടുന്നു. തൊഴുത്തോളം താഴുവാൻ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. പോലും എഴാത്തൊരു പുൽക്കൂട്ടിൽ പഴയ വൈക്കോൽ മീതെ പിറന്നവനേ, മുഴമൊന്നു പോലും എഴാത്തൊരു പുൽക്കൂട്ടിൽ പഴയ
വൈക്കോൽ മീതെ പിറന്നവനെ, ഏഴയാമെന്നെ നീ പൂഴിയിൽ നിന്നുയർത്താൻ 700 പടവിറങ്ങി. ഏഴയാമെന്നെ നീ പൂഴിയിൽ നിന്നുയർത്താൻ 700 പടവിറങ്ങി. അഴകാണ് നീയാകും എളിമാ, പുഴയാണ് നീയാകും തെളിമാ. മഴവില്ലിൻ നിറമോലും തവ പരിപൂജിത കഴലിന തൊഴുതു ഞാൻ നിന്നിടുന്നു. തൊഴുത്തോളം താഴുവാൻ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. നിറഞ്ഞിടും മനുഷ്യകാൽപാദങ്ങൾ കഴുകിയൊപ്പാൻ കനിഞ്ഞണഞ്ഞവനെ, അഴുക്കു നിറഞ്ഞിടും മനുഷ്യകാൽപാദങ്ങൾ കഴുകിയൊപ്പാൻ കനിഞ്ഞണഞ്ഞവനെ, കൊഴുക്കുമെന്നഹംഭാവം ഒരുക്കണെ കാൽവരി കഴുമരത്തോളം ഞാൻ ഉയർന്നിടുവാൻ. കൊഴുക്കുമെന്നഹംഭാവം ഒരുക്കണെ കാൽവരി കഴുമരത്തോളം ഞാൻ ഉയർന്നിടുവാൻ. തൊഴുത്തോളം താഴുവാൻ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. എഴുത്തോലത്തുമ്പു പോൽ കൂർത്തൊരൻ അഹങ്കാരം പഴുത്തോരില പോലെ കൊഴിഞ്ഞഴിയാൻ. അഴകാണ് നീയാകും എളിമാ, പുഴയാണ് നീയാകും തെളിമാ. അഴകാണ് നീയാകും എളിമാ, പുഴയാണ് നീയാകും തെളിമാ. മഴവില്ലിൻ നിറമോലും തവ പരിപൂജിത കഴലിന തൊഴുതു ഞാൻ നിന്നിടുന്നു. തൊഴുത്തോളം താഴുവാൻ തിരുവരമരുളണേ, കഴുത്തോളം നിഗളത്തിൽ കഴിയുമെന്നിൽ. അടിപൊളി പാട്ട്, ഒരു രക്ഷയില്ല അച്ഛാ. നല്ല രസമുള്ള പാട്ട്. ഇതിലെല്ലാം ഉണ്ടല്ലോ അച്ഛാ. അതായത് പുൽത്തൊഴുത്തിലെ കാലിത്തൊഴുത്തിലെ ലാളിത്യം, പിന്നെ കാൽവരിയിലെ ത്യാഗം, ഈശോയുടെ ജനനം മുതൽ ഇങ്ങനെ അല്ലേ മരണം വരെയൊക്കെയുള്ള. തീർച്ചയായിട്ടും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പച്ചൻ പറഞ്ഞതുപോലെ കാലിത്തൊഴുത്തിൻ്റെ ലാളിത്യവും കാൽവരിയിലെ ത്യാഗവുമില്ലാതെ നസ്രായനായ ഈശോയെ
നമുക്കാർക്കും പിഞ്ചെല്ലാൻ കഴിയുകയില്ല എന്നൊരു നഗ്നസത്യം ഈ പാട്ടിലുടനീളം ചേർത്ത് വെച്ചിരിക്കുകയാണ്. നല്ല വരികൾ, മ്യൂസിക്കിൻ്റെ ഓർക്കസ്ട്രേഷൻ. ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് യേശുദാസ് ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ചെങ്ങന്നൂരുള്ളതാണ്, യേശുദാസ് ജോർജ്. പിന്നെ ഇതിനെ തബല വായിച്ചിരിക്കുന്നത് ഈ പാട്ടിന് സന്തോഷം എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്. അദ്ദേഹവും അവരെല്ലാം ചെങ്ങന്നൂർ ബേസായിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഈ പാട്ടിന് അത് ചെയ്തു. അപ്പം അതിൻ്റെ ഓർക്കസ്ട്രയിൽ തന്നെ ഉണ്ട് നല്ലൊരു വെറൈറ്റി ഓർക്കസ്ട്രേഷനാണ് അതിൻ്റെ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. ഘടത്തിൻ്റെയും പിന്നെ അതുപോലെ തബലയുടെ എല്ലാം കൂടെ പിന്നെ മൃദംഗത്തിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഒരു ഭാഗം തന്നെ അത് തന്നെ. അതെ, അതൊരു നല്ലൊരു കോമ്പറ്റീഷൻ പോലെ അല്ലേ, നല്ലൊരു രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ഞാൻ പാടിയപ്പോഴാണെങ്കിലും എനിക്കാണെങ്കിലും മിഥില ചേച്ചിക്കാണെങ്കിലും അത് പാടിയപ്പം എന്നെ നന്നായിട്ട് അത് നമുക്ക് പാട്ട് പാടി പറ്റി. മിഥില ചേച്ചിക്ക് ഒത്തിരി അപ്രിസിയേഷൻ മേടിച്ചു കൊടുത്തൊരു പാട്ടാണിത്. കാരണം ഇങ്ങനത്തെ പാട്ട് അധികം ചേച്ചി പാടിയിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പാട്ട് ആദ്യമായിട്ട് ഒരെണ്ണം ചേച്ചി പാടിയെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഒരു സ്റ്റൈലിലുള്ള ഒരു പാട്ട്. അപ്പോൾ ചേച്ചി അതിനുശേഷം ചേച്ചിക്ക് ഒത്തിരി അപ്രിസിയേഷൻ കിട്ടുന്ന ചേച്ചി എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അത് മാത്രമല്ല ഈ പാട്ട് രൂപതല മത്സരങ്ങളിൽ പോയി പാടി അനേകം കുട്ടികൾക്ക് ഫസ്റ്റ് മേടിച്ചു കൊടുത്തൊരു പാട്ടാണ്. അച്ഛൻ്റെ സംഗീത മേഖലയൊക്കെ നമ്മൾ കേട്ടു. ഇനി അച്ഛൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപുത്രനാണ്. എനിക്കൊരു പെങ്ങളാണുള്ളത്. അവളുടെ കല്യാണം കഴിഞ്ഞു. അവളും അളിയനും ഇപ്പം പന്നിമറ്റത്താണ് താമസിക്കുന്നത്. അവളുടെ പേര് റൂബി എന്നാണ്. ഒരു കുഞ്ഞുവാവയൊക്കെ ഉണ്ട് ഇപ്പം. അളിയൻ്റെ പേര് ജെയ്സൺ. പന്നിമറ്റം ഞാൻ അവിടെ ഒരു വർഷം ഉണ്ടായിരുന്നു. അച്ഛനോട് ഉണ്ടായിരുന്നു അല്ലേ? അറിയും. ഓക്കെ. അവിടെ പന്നിമറ്റത്താണ് വീട്ടിൽ. പിന്നെ അച്ഛനും അമ്മച്ചിയുണ്ട്. അവർ രണ്ടുപേരും അവിടെയുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് വീട്. കുഞ്ഞിലെ തൊട്ട് പള്ളിയിലൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടി നമുക്ക് കേട്ടാലോ? തീർച്ചയായിട്ടും. എന്തിനാണെന്നെ നീ അള്ളിപ്പിടിച്ചതൻ തമ്പുരാനേ, ഉള്ളിൽ കളങ്കിതൻ ഞാൻ നിന്റെ കാരുണ്യ തുള്ളിക്കു പോലുമിന്നനറ്റ കള്ളമോദി നിന്നെ അറിയുകില്ലെന്നാ വെള്ളിയിൽ തീ കാഞ്ഞിരുന്ന നേരം വെള്ളിടി വെട്ടിയൻ ഉള്ളിൽ പുകഞ്ഞ തീ ഉള്ളിയായി ഞാനിന്ന് മാറിയല്ലോ. തള്ളി പറഞ്ഞിട്ടും എന്തിനാണെന്നെ നീ അള്ളിപ്പിടിച്ചതൻ തമ്പുരാനേ. പൊള്ളയായി പോയെൻ്റെ മണ്ണിലെ ജീവിതം പുള്ളികൾ വീണാത്മവൻ മലരേ. പൊള്ളയായി പോയെൻ്റെ മണ്ണിലെ ജീവിതം പുള്ളികൾ വീണാത്മവൻ മലരേ. പുള്ളുപോൽ പാപം പറന്നക ശാന്തിയേ
നൽ സ്നേഹമേ സ്വാർത്ഥമാം വിള്ളലിൽ വീണയൻ ഉൾത്തടത്തിൽ ചെല്ലുപിടിച്ചയൻ നെയ് മാനസങ്ങളിൽ ഉള്ളു സാന്ത്വനമിന്നു നീ തരുമോ? മുള്ളുകളേറ്റിതാ നിൽപ്പു ഞാനൊന്നിനും കൊള്ളാത്തൊരു ശാപജന്മമായി. മുള്ളുകളേറ്റിതാ നിൽപ്പു ഞാനൊന്നിനും കൊള്ളാത്തൊരു ശാപജന്മമായി. ഉള്ളുമെൻ ജീവിത പാറമേൽ നിന്തിരു പള്ളി നീ അങ്ങനെ പണിതുയർത്തും. പള്ളി നീ എങ്ങനെ പണിതുയർത്തും. തള്ളിപ്പറഞ്ഞിട്ടും എന്തിനാണെന്നെ നീ അള്ളിപ്പിടിച്ചതൻ തമ്പുരാനേ? ഉള്ളിൽ കളങ്കിതൻ ഞാൻ നിന്റെ കാരുണ്യ തുള്ളിക്കു പോലും ഇന്നർഹനല്ല. തള്ളിപ്പറഞ്ഞിട്ടും എന്തിനാണെന്നെ നീ അള്ളിപ്പിടിച്ചതൻ തമ്പുരാനേ? മനോഹരമായ ഗാനം. എന്താ വരികൾ, എന്താ മ്യൂസിക്. തള്ളി പറഞ്ഞിട്ടും എന്തിനെൻ്റെ ദൈവനെ അള്ളിപ്പിടിച്ചു. രണ്ട് തുടക്കം തന്നെ എന്ത് മനോഹരമാണ് വരികൾക്ക്. ഞാൻ ഓർക്കുകയത് കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ ഭാരം എല്ലാം ഏറ്റെടുത്തു. ഈ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്, അല്ലേ അച്ഛാ? എല്ലാം തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം പാപം ചെയ്തിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൈവം നമ്മളെ തള്ളിക്കളയുമോ? അള്ളിപ്പിടിക്കാൻ നമ്മൾ അനുവദിച്ച മാത്രം മതി, അല്ലേ? മാത്രം ഓരോ നിമിഷവും ഒരു അനുതാപത്തോടായിരിക്കും. ഒരു അച്ഛൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, എല്ലാ നിമിഷവും അനുതാപത്തോടെ ഇരുന്നാൽ മാത്രം മതി, നമുക്കെല്ലാം കുറവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വില്ലച്ച ഇത്രയും നേരവും ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് വിനിലച്ചൻ നല്ലൊരു ഗാനം അങ്ങ് ആലപിക്കേ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ.
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. മനോഹരം, കേട്ടിരുന്നു പോയി. സൂപ്പറായിട്ട് പാടി. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളുമായിട്ടും വിശേഷങ്ങളുമായിട്ടും നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിശ്വസിക്കുന്നു ഞാൻ സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാ വരങ്ങൾ ചൊരിക.